ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് വന്നിരിക്കുന്നത് സോണിയുടെ ഒരു സബ്സോണിക് ഫിൽറ്ററുമായിട്ടാണ്. ഈ ഒരു ഫിൽറ്ററിൻ്റെ വീഡിയോ നമ്മളിതിന് മുമ്പേ ചെയ്തതാണ്. പക്ഷേ ഒന്നും കൂടെ ചെയ്യുന്നതിന് കാരണം ഈ ഒരു സബ്സോണിക് ഫിൽറ്റർ ഒരു അടിപൊളി ഫിൽറ്ററാണ്, നല്ലൊരു ഫിൽറ്ററാണ്. പല ആൾക്കാരും ഉപയോഗിച്ചിട്ട് ഇത് കൊള്ളത്തില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷേ എനിക്കിത് ഉപയോഗിച്ചിട്ട് നല്ലതായിട്ടാണ് തോന്നിയത്. കുറേ ആൾക്കാർ ഓക്കൽ വരുന്നു എന്ന് പറയുന്നുണ്ട്. എനിക്കിതിൽ ഓക്കലോ അങ്ങനെയുള്ള ഒരു പ്രശ്നവും ഇതുവരേക്കും വന്നിട്ടില്ല. നോയ്സ് ഇഷ്യൂ ഒന്നും വന്നിട്ടില്ല. നല്ലൊരു സബ്സോണിക് ഫിൽറ്റർ തന്നെയാണ് ഈ നമ്മുടെ VI സബ്സോണിക് ഫിൽറ്റർ. ഇത് സോണിയുടെ ഒരു സർക്യൂട്ട് ആണ് ചെയ്തിട്ടുള്ളത്. വിനോദേട്ടൻ ആ ഒരു സർക്യൂട്ട് നല്ല കൃത്യമായിട്ട് കുറേ സമയം, ഒരുപാട് സമയം ചെലവഴിച്ച് വർക്കാക്കി എടുപ്പിച്ച ഒരു സർക്യൂട്ടാണ് ഈ ഒരു സോണിയുടെ സബ്സോണിക് ഫിൽറ്റർ. കൂടെ തന്നെ ഈ ഒരു ഫിൽറ്റർ കൊള്ളത്തില്ല, അത് കംപ്ലൈൻ്റ് ആയിപ്പോയി, ഉപയോഗിച്ചിട്ട് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ കംപ്ലൈൻ്റ് ആയിപ്പോയി എന്ന് പറഞ്ഞ കുറച്ച് ആൾക്കാരുണ്ട്. അപ്പോൾ അവരുടെ അടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇത് നല്ലൊരു ഫിൽറ്ററാണ്, നല്ല അടിപൊളി ഫിൽറ്ററാണ്. പിന്നെ ഈ ഓക്കൽ കയറി വരുന്നു എന്ന് പറഞ്ഞു. ഇതിൽ ഒരു ഓക്കലും കയറി വരുന്നില്ല. ഞാനിത് ചെക്ക് ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രശ്നം നിങ്ങൾക്ക് പറ്റിയെന്നുണ്ടെങ്കിൽ നിങ്ങൾ കൊടുത്ത സപ്ലൈയുടെ പ്രശ്നമായിരിക്കാം, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രശ്നമായിരിക്കാം. പക്ഷേ ഇത് അല്ലെങ്കിൽ നിങ്ങൾ കൊടുത്തപ്പോൾ എന്തെങ്കിലും പറ്റി കംപ്ലൈൻ്റ് ആയിരിക്കും. ഇത് ഞാൻ കുറേ നേരം, ഇതൊരു 8-9 മണിക്കൂറോളമായിട്ട് ചെക്ക് ചെയ്തതാണ്. കാര്യം ഫസ്റ്റ് വിനോദേട്ടൻ എനിക്കാണ് ഈ ഒരു സാധനം ചെക്ക് ചെയ്യാനായിട്ട് അയച്ചു തന്നത്. ഇതിൻ്റെ ഒരു ക്വാളിറ്റി നോക്കാൻ, ഇതിൻ്റെ സൗണ്ടിൻ്റെ ഒക്കെ സംഭവങ്ങളൊക്കെ നോക്കാൻ വേണ്ടി വിനോദേട്ടൻ അയച്ചു തന്നതാണ്. അപ്പോൾ ഞാനിത് ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഞാനിതിന് മുമ്പേ AB ഇലക്ട്രോണിക്സ് ട്രിവാൻഡ്രം അവരുടെ ഫിൽറ്റർ ഉപയോഗിച്ച് നോക്കിയതാണ്. അത് നല്ലൊരു ഫിൽറ്ററാണ്, നല്ല അടിപൊളി ഫിൽറ്ററാണ്. അപ്പോൾ അത് കഴിഞ്ഞ പിന്നെ അതിനെക്കാട്ടി എനിക്ക് ഇഷ്ടപ്പെട്ടൊരു ഫിൽറ്ററാണ് ഈ ഒരു ഫിൽറ്റർ. നല്ലൊരു ഫിൽറ്ററാണ്. ഇതിലൊരു PCBയുടെ ഒരു ഇതിൽ മാത്രമാണ് എനിക്ക് ഇഷ്ടപ്പെടാതെ വന്നത് PCB മാത്രമാണ്. കാര്യം PCB കുറച്ചും കൂടെ നല്ല ഗ്ലാസ് എപ്പോക്സി PCB ആക്കിയാൽ കൊള്ളാമായിരുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ളത് IC ആയാലും പിന്നെ കമ്പോണൻസ് ഒക്കെ ആയാലും അത്യാവശ്യം കിട്ടാവുന്നതിൽ നല്ലത് തന്നെയാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. കാര്യം മലേഷ്യ എന്ന് പറയുന്നൊരു പ്രിൻ്റോട് കൂടി വരുന്ന TLO64ഉം പിന്നെ TLO84ഉമാണ് ഇവിടെ ഇതിൻ്റെ വർക്കിങ്ങിനായിട്ട്, അല്ലെങ്കിൽ ഒരു OPAM IC ഉപയോഗിച്ചിട്ടുള്ളത്. ആ ഒരു ICs ആണ്. അപ്പോൾ അതൊക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളതും പിന്നെ അതിൻ്റെ കമ്പോണൻസ് ഒക്കെ നല്ല അത്യാവശ്യം ക്വാളിറ്റി ഉള്ളതുമാണ്. നമുക്ക് കെൽട്രോണിൻ്റെ കപ്പാസിറ്ററാണ്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ കിട്ടുന്നതിൽ വെച്ച് നല്ല കപ്പാസിറ്റേഴ്സാണ് കെൽട്രോൺ. അപ്പോൾ അതൊക്കെ അവർ നല്ല രീതിയിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ അതിലൊന്നും നമുക്കൊരു കുറ്റം പറയാൻ പറ്റത്തില്ല. PCBയുടെ കാര്യത്തിൽ ഞാൻ ഉറപ്പായിട്ടും കുറ്റം പറയും. അതൊരു കുറ്റമായിട്ട് പറയാൻ പറ്റില്ല. കാര്യം എന്ന് വെച്ചാൽ സബ്സോണിക് ഫിൽറ്റർ ഇത്തിരി പരീക്ഷണം നടത്തി, ദിവസങ്ങളോളം ഇരുന്ന് പരീക്ഷണം നടത്തിയിട്ട് ഈ ഒരു പ്രൈസിന് ഒരു 450 എന്തോ പ്രൈസിനാണ് അന്ന് എനിക്ക് കിട്ടിയപ്പോൾ. അത്രയും വില, ഇപ്പോഴത്തെ വില എനിക്കറിയത്തില്ല. ആ ഒരു വിലയ്ക്ക് ഇത് തരുന്നു എന്ന് പറഞ്ഞാൽ ഇത്തിരി ആ പുള്ളിക്കാരിയിൽ നിന്ന് മെനക്കെട്ടതിൻ്റെ ഒക്കെ കൂലി നമ്മൾ കൊടുക്കണം. അപ്പോൾ ആ ഒരു കാര്യത്തിൽ ഇത് വർത്താണ്. കൂടാതെ തന്നെ ഈ സബ്സോണിക്ക് ഉപയോഗിക്കുന്നതിന് മുമ്പ് അത് എന്താണെന്നുള്ളത് നമ്മൾ കുറച്ച് ഒന്ന് അറിഞ്ഞിരിക്കണം. അത് നമ്മൾ ലോക്കലി ഒരു കടയിൽ പോകുന്ന ഒരു ഊഫറിൻ്റെ ഫിൽറ്റർ വാങ്ങിക്കുന്നു, ലോ പാസ് ഫിൽറ്റർ വാങ്ങിക്കുന്ന, വീട്ടിൽ കൊണ്ടുവന്ന് വർക്ക് ചെയ്യിപ്പിക്കുന്നു. നമ്മളാരും അതിൻ്റെ വർക്കിംഗ് എന്താണോ എന്തെന്നുള്ള സംഭവങ്ങളൊന്നും നമ്മൾ നോക്കുന്നില്ല. അപ്പോൾ ഈ ഒരു സബ്സോണിക് ഫിൽറ്ററിൻ്റെ പേരിൽ ഇറങ്ങുമ്പോൾ അത് എന്താണെന്ന് ചെറിയ രീതിയിലെങ്കിലും നമ്മൾ ഒന്ന് മനസ്സിലാക്കി വയ്ക്കണം. അതായത് നമുക്കിപ്പം സബ്സോണിക് പോലെ ഉദ്ദേശിക്കുന്നത് 6 Hz to 70 Hz ആണ്. അതിൽ നമുക്കൊരു 6 Hz to ഒരു 30 Hz, നമുക്ക് 30 Hz വരെയൊക്കെ ഉള്ള സൗണ്ട്, അല്ലെങ്കിൽ 20 Hz ഒക്കെ നമുക്ക് നമ്മുടെ ചെവിയിൽ ഒരു കാരണവശാലും കേൾക്കാൻ പറ്റത്തില്ല. അത് നമുക്ക് അനുഭവിക്കാൻ പറ്റത്തില്ല. പക്ഷേ നമ്മുടെ ശരീരത്തിൽ നമുക്ക് അതിൻ്റെ ഒരു ഒരു വൈബ്രേഷൻ പോലത്തെ ഒരു ഫീല് നമുക്ക് അറിയാൻ പറ്റും. പക്ഷെ നമുക്കത് ചെവിയിൽ കേൾക്കാൻ പറ്റത്തില്ല എന്നുള്ളതാണ്. ഇത് ഞാൻ പറഞ്ഞതല്ല, പരീക്ഷണാടിസ്ഥാനത്തിൽ നമുക്ക് ഗൂഗിളിലൊക്കെ വായിക്കാൻ പറ്റുന്നതാണ്. അതിനെക്കുറിച്ച് നിങ്ങൾ നോക്കിയാലും നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഞാനും നിങ്ങളെയൊക്കെ പോലെ തന്നെ ഗൂഗിളിൽ നോക്കിയൊക്കെ തന്നെയാണ് പഠിക്കുന്നത്. അല്ലാതെ എനിക്ക് ഇതിനെക്കുറിച്ച് നേരത്തെ അറിയാത്ത കാര്യങ്ങളാണ്. അപ്പം അതിനകത്ത് പറയുന്നത് സബ്സോണിക് എന്ന് പറഞ്ഞാൽ 2 കൺട്രോൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ 2 പ്രീസെറ്റ് ഇവിടെ കൊടുത്തിരിക്കുന്നത് സബ്സോണിക്കിൻ്റെ ആണ്. ക്യാമറയുടെ വിഷയം കൊണ്ടാണ് ക്ലാരിറ്റി കുറഞ്ഞിരിക്കുന്നത്. അപ്പം ഇവിടെയാണ് സബ്സോണിക് കൊടുത്തിട്ടുണ്ട്. 6 Hz to 70 Hz 12 dB ആണ് അവിടെ വരുന്നത്. അപ്പോൾ തന്നെ ഈ ഒരു സബ്സോണിക്കിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു ചർച്ചകളിൽ ഞാൻ അതിനെക്കുറിച്ച് വായിച്ച് നോക്കിയപ്പോൾ കണ്ടിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു സബ്സോണിക്ക് 6 Hz to തുടങ്ങി, 6 Hz തൊട്ട് മുകളിലോട്ട് തുടങ്ങി. അപ്പം നമ്മുടെ ഊഫറുകൾ അത് കംപ്ലൈൻ്റ് ആക്കാനുള്ളൊരു ചാൻസ് വളരെ കൂടുതലാണ്. നമ്മുടെ കയ്യിലുള്ള ഊഫറുകൾ കംപ്ലൈൻ്റ് ആക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഞാൻ സത്യമായിട്ടുള്ള കാര്യമാണ് പറയുന്നത്. പക്ഷേ ഈ ഫിൽറ്റർ വെച്ചിട്ട് നിങ്ങളെ ഊഫർ കത്തിപ്പോവുകയോ അല്ലെങ്കിൽ അടിച്ചു പോവുകയോ ഒന്നും ഇല്ല. അതല്ല ഞാൻ പറഞ്ഞത്. നമ്മൾ പൊതുവെയുള്ള ആ ഒരു ചർച്ചകളുടെ അടിസ്ഥാനത്തിലുള്ള ഒരു സംഭവം പറഞ്ഞതാണ്, വായിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞതാണ്. ആ ഒരു സബ്സോണിക് എന്ന സംഭവം നമ്മുടെ ഒരു ഊഫറിനെ കംപ്ലൈൻ്റ് ആക്കാനുള്ള
ചാൻസ് ഉണ്ട്. അതായത് എക്സ്പ്രഷൻ, ആ ഊഫറിൻ്റെ ആ ഒരു കോണിൻ്റെ വൈബ്രേഷൻ അതൊക്കെ വരുമ്പോൾ നമ്മുടെ ഊഫർ കംപ്ലൈൻ്റ് ആവാനുള്ള ചാൻസ് കൂടുതലാണ് എന്നാണ് അവിടെ പറയുന്നത്. പക്ഷെ അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനകത്ത് 6 ഹെഡ്സ് ടു 70 ഹെഡ്സ് എന്ന ഓപ്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ കൂടാതെ തന്നെ ഇതിനകത്ത് ലോ ബൂസ്റ്റ് 40 ഹെഡ്സ് ഉണ്ട്. ഫ്രീക്വൻസി 50 ഹെഡ്സ് ടു 300 ഹെഡ്സ് അത് നമുക്ക് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള പ്രീസെറ്റുകൾ കൊടുത്തിട്ടുണ്ട്. അപ്പം ഇതൊക്കെ എന്തിനാണ് ഇവിടെ കൊടുത്തേക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ഓഫറുകൾ കംപ്ലൈൻ്റ് ആവാതിരിക്കാനുള്ള കുറച്ച് ഓപ്ഷൻസ് ആണ് ഈ പറഞ്ഞിരിക്കുന്ന ഓപ്ഷൻസ്. അപ്പം നമുക്ക് ഈ ഒന്നാമത്തെ ഈ 6 ഹെഡ്സ് നമുക്ക് കേൾക്കാൻ പറ്റത്തില്ല. പിന്നെ നമ്മുടെ നാട്ടിൽ ഇടുന്ന മ്യൂസിക് പാട്ടുകളിൽ, നമ്മുടെ നാട്ടിലുള്ള മലയാളം അല്ലെങ്കിൽ തമിഴ്, ഹിന്ദി പോലുള്ള പാട്ടുകളിൽ ഈ പറയുന്ന പോലെ 6 ഹെഡ്സ് തൊട്ട് ഉള്ള ഫ്രീക്വൻസി അല്ലെങ്കിൽ 20 ഹെഡ്സ് എന്ന ഫ്രീക്വൻസി ഒന്നും വളരെ കുറവായിരിക്കും. ഇംഗ്ലീഷ് സിനിമയിലൊക്കെ ചിലപ്പോൾ ഒരു പക്ഷേ, അല്ലെങ്കിൽ ഇംഗ്ലീഷ് പാട്ടുകളിൽ ചിലപ്പോൾ ഒരു പക്ഷേ ഉണ്ടായിട്ടുണ്ടായിരിക്കാം, കാണുമായിരിക്കാം. പക്ഷെ നമ്മുടെ നാട്ടിലെ ഈ സിനിമ പാട്ടുകളിലൊന്നും ഈ പറയുന്ന സംഭവങ്ങളൊന്നും ഇല്ല. അതുകൊണ്ട് തന്നെ ഈ ഫിൽറ്റർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മളെ ഫിൽറ്റർ കത്തിപ്പോകാനുള്ള ചാൻസും ഇല്ല. അപ്പോൾ അതും കൂടെ നിങ്ങൾ മനസ്സിലാക്കണം. കൂടാതെ തന്നെ തൊട്ട് മുമ്പ് പറഞ്ഞ ഒരു കാര്യം, ആ ഒരു ഹെഡ്സിൻ്റെ ഒക്കെ കാര്യം ഈ ഫിൽറ്ററിൻ്റെ ഒരു അടിസ്ഥാനത്തിൽ പറഞ്ഞതല്ല. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കാറിനകത്ത് വലിയ ഊഫറൊക്കെ വെച്ചിട്ട് ഒരു 5-6 ഊഫറൊക്കെ എടുത്ത് വെച്ച് വർക്ക് ചെയ്യിപ്പിക്കുന്ന ടീമുകളുണ്ട്. നമ്മുടെ കേരളത്തിലുണ്ട്, നേരത്തെ വിദേശ രാജ്യങ്ങളിലൊക്കെ ഉണ്ടായിരുന്നതാണ്. അപ്പം നിങ്ങൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിനകത്തൊക്കെ ഇതുപോലത്തെ സബ്സോണിക് ഫിൽറ്ററൊക്കെ ഉപയോഗിച്ചിട്ടാണ് അവരത് വർക്ക് ചെയ്യിപ്പിക്കുന്നത്. ആ സമയത്ത് ആ ഊഫറിൻ്റെ കോണൊക്കെ ഇങ്ങനെ കിടന്ന് ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യുന്ന കണ്ടു കഴിഞ്ഞാൽ നമുക്ക് യൂട്യൂബിലൊക്കെ നോക്കി കാണാൻ പറ്റും. അത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഒരു വല്ലാത്ത അതിശയമാണ് ഇതൊക്കെ എങ്ങനെ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ കോണൊക്കെ കംപ്ലൈൻ്റ് ആയി പോകാനുള്ള ചാൻസ് ഉണ്ട് എന്നുള്ളതാണ് അവരവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഈ പറഞ്ഞ ഞാൻ തൊട്ട് മുമ്പ് പറഞ്ഞ കാര്യത്തിൽ, അല്ലാതെ ഈ ഫിൽറ്ററിൻ്റെ കാര്യമല്ല, ആ ഒരു കാര്യത്തിൽ ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ അത് ഇങ്ങനെ വർക്ക് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഒരു ഓയിലോ കോണോ ഒക്കെ കീറി വരെ പോവാം, അങ്ങനെയുള്ള ചാൻസ് ഒക്കെ ഉണ്ട്. അതിനകത്ത് നിങ്ങൾക്കറിയാൻ പറ്റുമോ എന്നറിയാം, ഇതുപോലത്തെ സബ്സോണിക് ലോ പാസ് ഫിൽറ്റേഴ്സ് ആണ് അതിനകത്ത് അവർ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. കാര്യം ഹെഡ്സ് താഴെ അവർ ഒരു ഇതിനകത്ത് അവർ ഹെഡ്സ് താത്തൊക്കെ ഉള്ള, ഇങ്ങനെ പാട്ട് കേൾക്കാൻ വേണ്ടി ഹെഡ്സ് താത്തിട്ടുള്ള ഓഡിയോ സിഗ്നൽസ് ഒക്കെയാണ്, അല്ലെങ്കിൽ ഓഡിയോ ഒക്കെയാണ് അവർ അതിനകത്ത് കൊടുക്കുന്നത്. ഇനി ബാസ് ഇങ്ങനെ വരുന്നതിന് വേണ്ടി, അത് അവർക്ക് ഹരമായിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പം അങ്ങനെയുള്ള കാര്യത്തിനെ കുറിച്ചിട്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, അല്ലാതെ ഈ ഒരു ഫിൽറ്ററിനെ കുറിച്ചിട്ടല്ല. കൂടെ തന്നെ ഇതിൻ്റെ ഈ ഒരു സബ് വൂഫറിൻ്റെ ഫിൽറ്ററിൻ്റെ ഒരു പ്രത്യേകത, നമുക്ക് ഡീപ്പ് പഞ്ചിങ് കൊണ്ടുപോകാൻ പറ്റും. നല്ല പഞ്ചിങ് ആയിട്ടുള്ള, നല്ല അടിപൊളിയായിട്ടുള്ള വർക്കിംഗ് വൂഫറിൽ എടുക്കാൻ പറ്റും. സ്മൂത്ത് ആയിട്ടുള്ള ഒരു വർക്കിംഗ് നമുക്ക് ഈ ഫിൽറ്ററിൽ നിന്ന് എടുക്കാൻ പറ്റും. അത് നിങ്ങൾക്ക് നിങ്ങളുടെ ചെവിക്കനുസരിച്ച് നിങ്ങൾക്ക് ഇതിൽ ട്യൂൺ ചെയ്ത് എടുക്കണം, നിങ്ങൾ ചെയ്തെടുക്കണം. അല്ലാതെ നിങ്ങൾ എങ്ങനെയെങ്കിലും ട്യൂൺ ചെയ്ത് വെച്ചിട്ട് ഇതിൻ്റെ പ്രീസെറ്റുകൾ 5-6 പ്രീസെറ്റ് ഇരിപ്പുണ്ട്, എങ്ങനെയെങ്കിലും പിടിച്ച് കറക്കിയതിന് ശേഷം അത് കൊള്ളത്തില്ല എന്ന് പറയുന്നതിന് അടിസ്ഥാനപരമായിട്ടുള്ള ഒരു ഇതില്ല. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ കറക്റ്റായിട്ട് ഇത് ചെയ്തെടുക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോഴേ ഈ ഒരു ഫിൽറ്റർ നിങ്ങൾ ട്യൂൺ ചെയ്ത് കാണിക്കുമോ എന്ന് നിങ്ങൾ ചോദിക്കുക. അത് നിങ്ങളുടെ കയ്യിലുള്ള ഓഫറിൻ്റെ അടിസ്ഥാനത്തിൽ ആയിരിക്കും ഇത് ട്യൂൺ ചെയ്യേണ്ടത്. JBL ആയിരിക്കും, ഇൻഫിനിറ്റി ആയിരിക്കാം, അതുപോലെ ഒരുപാട് സാധനങ്ങളുണ്ട്. ഈ ഒരു ഫിൽറ്ററിൻ്റെ പ്രത്യേകത, നല്ല പവറുള്ള ആംപ്ലിഫയറിന് നമുക്കിത് യൂസ് ചെയ്യാം. നല്ല പവറുള്ള, അപ്പോൾ കാറിനകത്തൊക്കെ നിങ്ങൾക്കറിയാമല്ലോ, വില കൂടിയ ആംപ്ലിഫയറും വില കൂടിയ ഊഫേഴ്സൊക്കെയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതുപോലുള്ള സംഭവങ്ങൾക്കും ഇത് യൂസ് ചെയ്യാം എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷേ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ ഹൈ പവറിലുള്ള ഭയങ്കര ഒരു സംഭവം യൂസ് ചെയ്യുന്ന സമയത്ത്, ഒരു ഊഫർ സിസ്റ്റം യൂസ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു സബ്സോണിക് എന്നുള്ളൊരു സംഭവം നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഫീൽ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഓപ്പൺ ബോക്സിന് പകരം സീൽഡ് ആയിട്ടുള്ള ബോക്സ് ആയിരിക്കണം നമ്മൾ യൂസ് ചെയ്യേണ്ടത്. കാര്യം ആ ഒരു ഊഫറിന്, അതായത് ഹൈ പവറിലോട്ട് പോകുന്ന സമയത്ത് ഞാൻ ഉദ്ദേശിച്ചതാണ് പറഞ്ഞത്. ഇപ്പോൾ നോർമലി നമുക്കൊരു വീട്ടിൽ ഉപയോഗിക്കണം, അതിന് ഇപ്പോൾ നമുക്ക് പോർട്ട്, ഇപ്പോൾ സ്ക്വയർ വെൻറ്റ് ടൈപ്പോ അല്ലെങ്കിൽ ഹോള് വരുന്ന ടൈപ്പൊക്കെ നമുക്ക് ഉപയോഗിക്കാം. പക്ഷേ ഇതിൻ്റെ ഒരു അടിസ്ഥാനപരമായിട്ടുള്ള ചർച്ചകളിൽ അവർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, സീൽഡായിട്ട് ഫുൾ സീൽഡ് ആയിരിക്കണം ഊഫർ, സീൽഡായിട്ട് ഉള്ള, അതായത് ഊഫർ പുറത്ത് കാണാം, ബാക്കിയുള്ളതെല്ലാം അകത്തായിരിക്കണം എന്നുള്ള സെറ്റപ്പ്. പോർട്ടുകൾ പാടില്ല, സീൽഡ് ആയിരിക്കണം എന്നുള്ളതാണ്. അങ്ങനെ വരുമ്പോഴാണ് ഇതിൻ്റെ യഥാർത്ഥ ഫ്രീക്വൻസി കറക്റ്റാണ് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ് അവർ പറയുന്നത്. പിന്നെ കൂടാതെ തന്നെ നമ്മുടെ ഊഫർ അകത്ത് വരുന്ന രീതിയിലുള്ള പെട്ടികളും ചെയ്യുന്നുണ്ട്, അല്ലെ എൻക്ലോഷർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് നമുക്ക് അത് യൂസ് ചെയ്യാം, നമുക്ക് പല രീതിയിൽ ഇത് യൂസ് ചെയ്യാം. പക്ഷേ ഇത് കറക്റ്റ് വർക്കിംഗ് കിട്ടുന്നത് ഈ പോർട്ട് അല്ലാത്ത രീതിയിൽ ഊഫർ മാത്രം വെളിയിൽ കാണുന്നതും, എന്നാൽ ഒരു ഹോളുകളും അതിനകത്ത് ചുറ്റും ഒരു ഹോളും ഇല്ലാത്ത രീതിയിലുള്ള
പെട്ടികളിലാണ് സബ്സോണിക് ഫിൽറ്റർ കുറച്ചും കൂടെ നല്ല വർക്കിംഗ് തരുന്നത്. പക്ഷേ കുറച്ച് നല്ല പവറായിട്ടുള്ള ഒരു ആംപ്ലിഫയറും കൂടെ വേണം. കാര്യം ഇത്രയും ക്ലോസ് ആയിരിക്കുന്ന സമയത്ത് ആ ഒരു ബേസ് അല്ലെങ്കിൽ ബാസ് നമുക്ക് അനുഭവപ്പെടാൻ വേണ്ടി നല്ല പവർ നമ്മളവിടെ കൊടുക്കേണ്ടി വരും. 200 വാട്ട്സിന് പകരം ചിലപ്പോൾ നമ്മൾ 400, 500 വാട്ട്സ് നമ്മളവിടെ കൊടുക്കേണ്ടി വരും ആ ഒരു സൗണ്ട് കിട്ടുന്നതിന് വേണ്ടി. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള ഡ്രൈവർ നമ്മളെ കയ്യിലുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു പെർഫോമൻസ് കിട്ടത്തുള്ളൂ. അപ്പോൾ അത് അടിസ്ഥാനപരമായിട്ടുള്ള കാര്യമാണ്. അല്ലാതെ നമ്മൾ ഏതെങ്കിലും ലോക്കൽ മാർക്കറ്റിൽ പോയി ഏതെങ്കിലും ഊഫറും വാങ്ങിച്ച് വെച്ചിട്ട് ഈ ഫിൽറ്ററും വെച്ച് പവറപ്പ് ചെയ്ത് അത് വർക്ക് ചെയ്യിപ്പിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ പറയുന്ന രീതിയിലുള്ള, നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഒരു പെർഫോമൻസ് ചിലപ്പോൾ ഇതിൽ നിന്ന് കിട്ടിയില്ലെന്ന് വരും. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ അതെല്ലാം ആലോചിച്ചിട്ട് വേണം നമ്മൾ ഇതിനെ അല്ലെങ്കിൽ ഒരു പ്രോഡക്റ്റിനെ കുറ്റം പറയാം. അപ്പോൾ സബ്സോണിക്കിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു എന്താണെന്നുള്ളത്. സബ്സോണിക് എന്നുള്ള കാര്യം കുറച്ചെങ്കിലും നമ്മൾ അറിഞ്ഞിരിക്കണം. എന്നിട്ട് മാത്രം നമുക്ക് നാട്ടിൽ കിട്ടുന്ന ഫിൽറ്റർ അല്ല 40 ഹെർട്സിന് മുകളിലോട്ടാണ് നമുക്ക് കിട്ടുന്നത്. ആ ലോ ഫ്രീക്വൻസി എന്ന് ഉദ്ദേശിക്കുന്ന ഒരു മ്യൂസിക്കിൻ്റെ 40 ഹെർട്സിനെ അതിന് മുകളിലോട്ടുള്ള സംഭവങ്ങളും അതിന് താഴോട്ടുള്ള കുറച്ച് സംഭവങ്ങളും കട്ട് ചെയ്തിട്ടാണ് നമുക്ക് ആ ഒരു ഹെർട്സ് 40 ഹെർട്സിന് തൊട്ട് മുകളിലൊരു 80 ഹെർട്സ് അങ്ങനെയൊക്കെയുള്ള ഒരു റേഞ്ചിനകത്തുള്ള 120 ഹെർട്സ് ആ റേഞ്ചിനകത്തൊക്കെ ഉള്ള സൗണ്ടാണ് നമുക്ക് കിട്ടുന്നത്. ഞാൻ ഉദ്ദേശിച്ച ബോക്സ് ഇതാ മുകളിലിരിക്കുന്ന ടൈപ്പാണ്. ഇതിനകത്ത് ഹോളൊന്നും വരുന്നില്ല. ഊഫർ അപ്പുറത്തെ മറു സൈഡിലാണ് ഊഫർ ഇരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് ഹോളൊന്നും വരുന്നില്ല. അങ്ങനെയുള്ള സീൽഡ് ആയിട്ടുള്ള ബോക്സാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഇതും ആ ഒരു ടൈപ്പാണ്. ഈ കാണുന്ന ബോക്സ് ആ ഒരു ടൈപ്പാണ്. പക്ഷേ ഇതിൻ്റെ തൊട്ട് താഴെ കാണുന്ന ഇത് പോർട്ട് വരുന്ന ടൈപ്പാണ്. അലങ്കോലമായിട്ട് കിടക്കുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് കുറച്ച് പുതിയ വീട് വയ്ക്കുന്നുണ്ട്. ആ സമയത്ത് അതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്ത് മൊത്തം ഒന്ന് ക്ലിയർ ചെയ്ത് എടുക്കണം. അപ്പോൾ ഇപ്പം ജസ്റ്റ് ഇതൊന്ന് അടുക്കി പറക്കി ഒരിടത്ത് വച്ചിരിക്കുന്നതാണ്. ഇത് ഞാൻ പറയുന്നതിന് വേണ്ടി, ജസ്റ്റ് നിങ്ങളെ കാണിക്കുന്നതിന് വേണ്ടി ഞാൻ പറഞ്ഞതുകൊണ്ട് കാണിച്ചതാണ്. കൂടാതെ തന്നെ നമുക്ക് എൻക്ലോസറുകളെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ 3rd ഓർഡറും 4th ഓർഡറും ഉണ്ട്. അപ്പോൾ ആ 3rd ഓർഡറും 4th ഓർഡറിൻ്റെ അളവുകൾ കൃത്യമായിട്ട് അടിച്ച് ആ ഒരു ബോക്സ് വളരെ കൃത്യമായിട്ട് ചെയ്താൽ നമുക്ക് ഈ ഫിൽറ്ററിൻ്റെ യഥാർത്ഥ പവർ നമുക്ക് അറിയാൻ പറ്റും എന്നുള്ളതാണ്. ഈ ഫിൽറ്റർ ഉപയോഗിച്ചിട്ട് കാര്യം നിങ്ങൾക്ക് കറക്റ്റുള്ള പവർ നിങ്ങൾക്ക് അറിയാൻ പറ്റും. സബ്സോണിക് എന്ന് പറയുന്ന സംഭവം അതാണ്. അപ്പം അതിനെ കുറിച്ചിട്ടാണ് നമ്മളിപ്പോൾ സംസാരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ എടുത്തു പറയുന്നത്. അപ്പോൾ ഇത് കുറ്റം പറയുന്ന ആൾക്കാരെ കുറിച്ചിട്ട് പറയുന്നതാണ്. അതുകൊണ്ട് ഈ ഫിൽറ്റർ ആരും വാങ്ങരുതെന്നല്ല. ഈ ഫിൽറ്റർ നമുക്ക് നോർമലി ഉപയോഗിക്കുന്ന പോലെ തന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. നോർമലി കിട്ടുന്ന ഫിൽറ്റർ നമുക്ക് മാർക്കറ്റിൽ 40 ഹെർട്സിന് മുകളിലോട്ടുള്ള ഫ്രീക്വൻസി എടുക്കുന്ന ഫിൽറ്ററിനെ കാര്യം കുറച്ചുകൂടെ വ്യത്യാസമായിട്ട് നമുക്ക് നല്ല രീതിയിലുള്ള ഒരു പഞ്ച് അല്ലെങ്കിൽ സ്മൂത്ത് അങ്ങനെയുള്ള രീതിയിൽ നമുക്ക് ഇതിൻ്റെ ഒരു ബാസിനെ മാറ്റിയെടുക്കാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു നിലയ്ക്ക് നിങ്ങൾക്ക് ഇത് വാങ്ങി ഉപയോഗിക്കാവുന്നതാണ്. കൂടാതെ തന്നെ ഒരു സബ്സോണിക്കിനെ ഉദ്ദേശിച്ച് നമ്മൾ എടുത്ത് നോക്കുമ്പോൾ ഒരു 18 to 24 dB കുത്തനെയുള്ളൊരു ചരിവുണ്ട്. അതിൻ്റെ ഗ്രാഫ് പ്രകാരം അതിനിങ്ങനെ ഒരു ചരിവുണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു രീതിയിൽ ഇതിനെ ക്രമീകരിക്കാൻ പറ്റും എന്നുള്ളതാണ്. ആ ഒരു ചരിവുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഇതിനെ ഒരു 25 തൊട്ട് 34 ഹെർട്സ് വരെയുള്ള ആ ഒരു രീതിയിൽ നമുക്ക് നമുക്ക് നമ്മുടെ ചെവിയിൽ ഇങ്ങനെ കേൾക്കാൻ പറ്റുന്ന രീതിയിലുള്ള, എന്നുവെച്ചാൽ അതൊരു വല്ലാത്തൊരു എഫക്റ്റായിട്ട് ഒരു വല്ലാത്തൊരു സൗണ്ട് ആയിരിക്കും. അത് നമുക്ക് കേൾക്കാൻ പറ്റുന്ന രീതിയിൽ നമുക്കത് ഒരു ബോക്സിനകത്ത് ഞാൻ പറഞ്ഞ 3rd ഓർഡർ 4th ഓർഡർ ബോക്സുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനകത്ത് ബാൻഡ് ബാസാണ്. അതിനകത്ത് നമുക്കത് ബാൻഡ് ബാസോ അല്ലെങ്കിൽ ക്ലോസ്ഡ് ആയിട്ടുള്ളതായിരിക്കും. അപ്പോൾ അതിനകത്ത് നമുക്കിതിനെ ക്രമീകരിക്കാൻ പറ്റും. അത് അറിയാവുന്ന ആൾക്കാർക്ക്, എനിക്കറിയത്തില്ല. അപ്പോൾ എനിക്കറിയത്തില്ല. അത് അങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഞാൻ ഇതിനെക്കുറിച്ച് പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത്. അപ്പോൾ അതങ്ങനെ ചെയ്യാൻ പറ്റും. അപ്പോൾ അത് നമുക്ക് കേൾക്കാനും പറ്റും. അത് വല്ലാത്തൊരു സൗണ്ടായിരിക്കും. അപ്പം അത് നമുക്ക് 20 ഹെർട്സിന് താഴെയുള്ള സൗണ്ടൊന്നും നമുക്ക് ഉറപ്പായിട്ടും കേൾക്കാൻ പറ്റത്തില്ല. അതും എല്ലാവരും ചെവിയിൽ ഈ പറഞ്ഞ സംഭവം ഒരു 25 ഹെർട്സിന് മുകളിലോട്ടുള്ള സൗണ്ട് എല്ലാവരും ചെവിയിലും കേൾക്കാൻ പറ്റണമെന്നില്ല. എനിക്ക് കേൾക്കാൻ പറ്റുന്ന ഓഡിയോ ഫ്രീക്വൻസി വേറൊരു വ്യക്തിക്ക് കേൾക്കാൻ പറ്റണമെന്നില്ല. അപ്പം അത് അടിസ്ഥാനപരമായിട്ടുള്ള വേറൊരു പഠന ശാഖയാണ്. അത് കുറേ പഠിക്കാനുള്ള ഒരു സംഭവമാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റത്തില്ല. എന്നാലും ഞാൻ പറഞ്ഞ പോലെ 25 തൊട്ട് 34 ഹെർട്സ് വരെയൊക്കെ നമുക്ക് സബ്സോണിക് എന്നുള്ള രീതിയിൽ നമുക്ക് പറയാം. അതിനകത്ത് സബ്സോണിക്, അപ്പോൾ നമുക്ക് സൂപ്പർ സോണിക് അതുപോലെയുള്ള ഭൂമി എഫക്റ്റ് ആയിട്ടുള്ള ഇപ്പോൾ വിമാനങ്ങൾ പോകുന്ന സമയത്ത് ഉണ്ടാകുന്ന സൗണ്ട് നിങ്ങൾക്കറിയായിരിക്കും. അപ്പോൾ അതുപോലെ ഈ ചില വിമാനങ്ങൾ പോകുന്ന സമയത്ത് ഗ്ലാസ്സൊക്കെ വൈബ്രേറ്റ് ചെയ്യുന്നതൊക്കെ നമുക്ക് കേൾക്കാൻ പറ്റും. അപ്പോൾ ആ ഒരു സൗണ്ടുമായിട്ടൊക്കെ അതുപോലത്തെ സൗണ്ടുമായിട്ടുള്ള പഠനങ്ങളാണ് അതെല്ലാം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ ഒരു ബോക്സിൻ്റെ ഒരു കാര്യം. ബോക്സും നമുക്ക് വേണം. വെറുതെ ഒരു ഊഫർ മാത്രം കിട്ടിയിട്ടും കാര്യമില്ല, ഫിൽറ്റർ ഉണ്ടായിട്ടും കാര്യമില്ല, നല്ല ബോക്സും വേണം. ഞാനിപ്പോൾ പറഞ്ഞ കാര്യം എന്ന് വെച്ചാൽ 1/2 ഒക്ടേവ് ഫ്രീക്വൻസി എന്ന് പറയുന്ന ഒരു കാൽക്കുലേഷൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാനിപ്പം പറഞ്ഞത്, തൊട്ട് മുമ്പ് പറഞ്ഞ കാര്യം. അപ്പോൾ ഇത് അങ്ങനെയൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഫിൽറ്ററാണ്, സബ്സോണിക് ഫിൽറ്ററാണ്.
പക്ഷെ അത് നമ്മുടെ കയ്യിലുള്ള, ഞാൻ നേരത്തെ പറഞ്ഞത് നമ്മുടെ കയ്യിലുള്ള ഡ്രൈവർ, നമ്മൾ ബോക്സ് ഒക്കെ നമ്മളിപ്പോൾ അങ്ങറ്റം പോയി കഴിഞ്ഞാൽ JBL അല്ലെങ്കിൽ ഇൻഫിനിറ്റി പ്രൈമസ് അതൊക്കെ ആയിരിക്കും നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് കിട്ടാവുന്ന ഒരു പരിധിയുണ്ട്. അതിനകത്ത് അവർ തന്നെ JBLനൊക്കെ എനിക്ക് തോന്നുന്നു 48 തൊട്ടൊക്കെയാണെന്ന് തോന്നുന്നു അവർ പറയുന്നത്. അത് മാത്രം അതിനകത്ത് ആ ഫ്രീക്വൻസി മാത്രമേ അതിനകത്ത് നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പം അതിന് താഴോട്ട് കിട്ടുന്ന ഒരുപാട് വൂഫേഴ്സ് നമ്മുടെ നാട്ടിൽ അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളിൽ അവൈലബിൾ ആണ്. അത് നമുക്ക് വാങ്ങണം എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ലക്ഷങ്ങൾ വില കൊടുക്കേണ്ടി വരും. അപ്പോൾ അടിസ്ഥാനപരമായിട്ട് നമുക്കതൊന്നും വാങ്ങാൻ പറ്റുന്ന ഒരു പ്രത്യേകിച്ച് കേരളത്തിലുള്ള ഒരാളിന് അത് പറ്റുമെന്ന് എനിക്കെന്തായാലും പറ്റുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ ഈ ഒരു ഫിൽറ്റർ ഉപയോഗിച്ചിട്ട് അതിനെ കുറ്റം പറയുന്ന ആൾക്കാർ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം അതാണ്. നമ്മുടെ സാമ്പത്തികവും കൂടെ നമ്മൾ നോക്കണം. ഈ ഒരു ഫിൽറ്ററിന് 500-നകത്തുള്ള വിലയും നമുക്ക് കിട്ടും. ഇത് ഉപയോഗിച്ച് നമ്മുടെ ഊഫറിൽ മാക്സിമം കിട്ടുന്ന ഒരു ബാസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന രീതിയിൽ നമുക്ക് ഈ ഫിൽറ്ററിനെ മാറ്റിയെടുക്കാൻ പറ്റുമെന്നുള്ളതാണ്. ഇത്രയും ഹെഡ്സ് ഒക്കെ സപ്പോർട്ടുള്ള ഈ ഒരു 6 ഹെഡ്സ് ഒക്കെ സപ്പോർട്ടുള്ള ഏത് സബ് ഫിൽറ്ററാണ് നമ്മുടെ നാട്ടിൽ കിട്ടുന്നത്? ഇല്ല, ഒരു ഫിൽറ്ററും ഇല്ല. അപ്പോൾ ഈ ഒരു ഫിൽറ്ററിനകത്ത് ഈ പറയുന്ന ഹെഡ്സ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 6 ഹെഡ്സ്, വെറും 6 ഹെഡ്സ് തൊട്ടുന്ന ഇതിൽ സപ്പോർട്ട് ഈ ഒരു സർക്യൂട്ടാണ്, സോണിയുടെ സർക്യൂട്ടാണ്. അപ്പം പറയേണ്ട ആവശ്യമില്ല. ഇപ്പോൾ വിനോദട്ട ഇതിനെ റീഡിസൈൻ ചെയ്ത് എടുത്തുന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു ഇത് വർക്ക് ചെയ്യണം, ഈ സാധനം വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ സോണി ചെയ്തിരിക്കുന്ന സർക്യൂട്ട് അതുപോലെ ചെയ്തിട്ട് ചിലപ്പോൾ ചെറിയ എന്തെങ്കിലും കമ്പോണൻസിൻ്റെ അതിൽ കിട്ടാത്ത കമ്പോണൻസ് ചിലപ്പോൾ പുള്ളിയെ മാറ്റിക്കണം. അതല്ലാതെ ഇതിനകത്ത് വേറെ ഒന്നും ഇല്ല സംഭവം. അപ്പോൾ ഇത് വളരെ കൃത്യമായിട്ട് ഇത് വർക്ക് ചെയ്യും. അപ്പം നമ്മുടെ കയ്യിലുള്ള ബാക്കിയുള്ള ഡ്രൈവേഴ്സ് ബോക്സിൻ്റെ അടിസ്ഥാനപരമായിട്ട് ഇതെല്ലാം വർക്ക് ചെയ്തുള്ളൂ. അപ്പോൾ നമ്മളത് ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. നല്ലൊരു ഫിൽറ്ററാണ്. എനിക്ക് ഇനി ഇത്രയും മാത്രമേ പറയുള്ളൂ. ഇനി ഞാൻ പറഞ്ഞുകൊണ്ടിരുന്ന വീഡിയോ ഒരുപാട് ലെങ്തി ആയിപ്പോകും. അപ്പോൾ കുറ്റം പറയുന്ന ആൾക്കാർക്ക് വേണ്ടി ചെയ്ത വീഡിയോ ആണ്. പിന്നെ ഇത് ഫിൽറ്ററിനെ കുറിച്ച് റിവ്യൂ നോക്കുന്ന ആൾക്കാർക്ക് വേണ്ടി ഞാൻ പറഞ്ഞതാണ്. നല്ലൊരു ഫിൽറ്ററാണ്, നല്ല അടിപൊളി ഫിൽറ്ററാണ്. ഇതിൽ എനിക്ക് ഒരു കുറ്റവും പറയാനില്ല. കൂടാതെ തന്നെ ഇതിൽ 15-0-15ൻ്റെ ഒരു സപ്ലൈയുടെ ആവശ്യമുള്ളൂ ഇത് വർക്ക് ചെയ്യാനായിട്ട്. അല്ലെങ്കിൽ 27-30 വോൾട്ടൊന്നും ഇതിന് കൊടുക്കണ്ടാവും. 15-0-15 ഒരു റെഗുലേറ്റർ പവർ സപ്ലൈ വെച്ച് കൊടുത്ത് കോൺസ്റ്റൻ്റ് ആയിട്ട് എപ്പോഴും 15-0-15 തന്നെ ഇതിന് കിട്ടുന്ന രീതിയിൽ കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു വോൾട്ടേജ് വ്യത്യാസം വരാത്ത രീതിയിൽ നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ ഇത് വളരെ കൃത്യമായിട്ട് വർക്ക് ചെയ്യും. അതിൽ എന്തെങ്കിലുമൊക്കെ വ്യത്യാസം, ഈ വോൾട്ടേജ് വ്യതിയാനം വരുമ്പോൾ ഊഫറിൻ്റെ വർക്കിങ്ങിന് വ്യത്യാസം വരും. കാര്യം ഊഫറിൻ്റെ ആംപ്ലിഫയറിലോട്ട് എന്ത് സിഗ്നലാണ് കൊടുക്കുന്നത് അതാണ് ഔട്ട്പുട്ടിൽ വരുന്നത്. അപ്പോൾ അതുപോലെ ഇതിന് കൃത്യമായിട്ട് 15-0-15 കൊടുക്കുക. പിന്നെ നിങ്ങളെ ഊഫറിൻ്റെ പാരാമീറ്റർ അല്ലെങ്കിൽ ആ ഊഫറിൻ്റെ ഇതെങ്ങനെയാണോ പതറുന്നൊരു അവസ്ഥയിലേക്ക് എത്താം. അപ്പോൾ ആ ഒരു അവസ്ഥയൊക്കെ എത്തുന്നതിന് മുമ്പ് ഇതിൻ്റെ പ്രീസെറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് നിങ്ങൾ വയ്ക്കേണ്ടതാണ്. ഒരു പാട്ട് കുറച്ച് വോളിയം കൂട്ടിയിട്ടിട്ട് അത് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് ഈ ഒരു പതർച്ച മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. കുറച്ച് ഇനി പ്രീസെറ്റൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ഗെയിനൊക്കെ അഡ്ജസ്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് ഇത് കൃത്യമായിട്ട് വർക്ക് ചെയ്യിപ്പിക്കാം. അല്ലാതെ ഈ ഒരു ഈ ഒരു സബ് ഊഫറിൻ്റെ ഫിൽറ്റർ വാങ്ങി വെച്ചിട്ട് നിങ്ങളിത് കൊള്ളത്തില്ല എന്ന് പറയുന്നതിന് മുമ്പ് ഈ കുറച്ച് കാര്യങ്ങളും കൂടെയൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ ഇത് സബ്സോണിക്കിനെ കുറിച്ച് ഇതിനെ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. പക്ഷേ അത് പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോ ഒരുപാട് ലെങ്തി ആയിപ്പോകും. അപ്പോൾ ഈ ഒരു നിങ്ങൾക്കിത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ യൂട്യൂബിൻ്റെ സഹായത്തോടെ അല്ലെങ്കിൽ ഗൂഗിളിൻ്റെ സഹായത്തോടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിനെക്കുറിച്ചൊക്കെ മനസ്സിലാക്കാം. ഇതൊന്നും മനസ്സിലാക്കാതെ ഈ ഒരു ഫിൽറ്റർ വാങ്ങി വെച്ച് ഉപയോഗിച്ചിട്ട് ഇത് കൊള്ളൂല എന്ന് പറയുന്നതിന് അടിസ്ഥാനപരമായിട്ടുള്ള ഒരു കാര്യമില്ല അതിൽ. ഇനി ഞാൻ വീഡിയോ ലെങ്തി ആക്കുന്നില്ല. അപ്പോൾ ഈ വീഡിയോ കണ്ട കുറച്ച് ആൾക്കാർക്ക് എൻ്റെ അടുത്ത് ദേഷ്യം തോന്നിക്കാണാം, എൻ്റെ അടുത്ത് എന്നെ ചീത്ത വിളിക്കാൻ തോന്നിക്കാണാം. അപ്പം അങ്ങനെയൊക്കെയുള്ള വ്യക്തിപരമായിട്ടുള്ള, ഇപ്പോൾ ചിലർക്ക് സ്നേഹം തോന്നിക്കണം. അപ്പം അതെല്ലാം നിങ്ങളുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളാണ്. ചീത്ത വിളിക്കാം, നിങ്ങൾക്ക് എന്നെ വഴക്ക് പറയാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. പക്ഷേ എനിക്ക് പറയാനുള്ള കാര്യം ഞാൻ വെട്ടി തുറന്ന് പറയും. അപ്പോൾ ഈ സാധനം നല്ല സാധനമാണ്, വാങ്ങി ഉപയോഗിക്കാൻ പറ്റും. താല്പര്യമുള്ള ആൾക്കാർക്ക് വാങ്ങി ഉപയോഗിക്കാം. ഇതിനെക്കുറിച്ച് അറിയാവുന്ന ആൾക്കാർ വാങ്ങി ഉപയോഗിച്ചിട്ട് നല്ല അടിപൊളി ഫിൽറ്റർ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ കൂടാതെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ആദ്യമായിട്ട് എൻ്റെ ചാനലിലെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നു എന്നുള്ളവർക്കും, ചില ആൾക്കാർ ഒരുപാട് വീഡിയോ കണ്ടിട്ടുണ്ടായിരിക്കും പക്ഷേ സബ്സ്ക്രൈബും ചെയ്തിട്ടില്ല, അങ്ങനെയുള്ള ആൾക്കാർക്കും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഇനിയും ഇതുപോലുള്ള വീഡിയോകൾ ചെയ്യാൻ വേണ്ടി എന്നെ സഹായിക്കണം, പ്രോത്സാഹിപ്പിക്കണം എന്നുള്ളൊരു അപേക്ഷയുമായിട്ട് ഞാൻ ഇന്ന് എൻ്റെ വീഡിയോ നിർത്തുകയാണ്. താങ്ക് യു.